ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ക്രിസ്മസ് സീസണിൽ മലയാളത്തിൽ നിന്നിറങ്ങിയ മാർക്കോ ഇന്ന് ഇന്ത്യൻ സിനിമകളിൽ തരംഗമായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. 9 ദിവസങ്ങൾ പിന്നിട്ട് 10-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സിനിമയ്ക്ക് ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ ഡിമാൻഡ് ആണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിൽ സിനിമയ്ക്ക് അനുദിനം ആവശ്യകത കൂടി വരുന്നു. ഒരുപാട് തിയേറ്ററുകളിൽ ചാർട്ട് ചെയ്യുന്നു. ഒരുപാട് ഡിമാൻഡ് ആളുകൾ കാണാൻ കാത്തിരിക്കുന്നു. ഇന്ത്യക്ക് പുറത്തും അതേപോലെ സമാനമായ രീതിയിലാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു സംഖ്യയിലേക്ക് എത്താൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. 10-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് 9 ദിവസങ്ങളും ഗംഭീരമായിരുന്നു. 9-ാം ദിവസത്തെ കേരള കളക്ഷൻ 2.25 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. തുടർച്ചയായുള്ള ദിവസങ്ങളിൽ 2 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം പോകുന്നത്. 30 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോകുന്നു. ഏകദേശം 36 കോടിക്കടുത്ത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒന്നും വരാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നില്ല. എന്തായാലും നോർത്ത് ഇന്ത്യൻ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ സിനിമ അതിഗംഭീരമാണ്. 9-ാമത്തെ ദിവസം സിനിമയുടെ ടിക്കറ്റുകൾ വിറ്റുപോയത് ഓരോ മണിക്കൂറിലും 5,000-ന് മുകളിലുള്ളതായിരുന്നു. ഏകദേശം 77,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയത് 9-ാം ദിവസം. മൊത്തം സിനിമ ഗംഭീരമായി 12 ലക്ഷം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റ് പോയിരിക്കുന്നത്. ഹിന്ദിയിൽ സിനിമയ്ക്ക് 500-ന് മുകളിലുള്ള ഷോകൾ ആഡ് ചെയ്യും അടുത്ത ആഴ്ച എന്ന് പറഞ്ഞുവെങ്കിൽ അത് മാറ്റി നാളെ തന്നെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് 350-ന് മുകളിലുള്ള ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 140-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസുമായി തുടങ്ങിയ കഴിഞ്ഞ ദിവസം പിന്നീട് ഓരോ ദിവസങ്ങളും എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യേണ്ടി വരുന്നു. 286 ഷോകൾ ആഡ് ചെയ്യപ്പോഴും 100-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യേണ്ടി വരുന്നു. ഓരോ ദിവസങ്ങളിലും ഷോ കൗണ്ടുകൾ കൂടുന്നു, പുതിയ തിയേറ്ററുകൾ വരുന്നു. ഒപ്പം മലയാളം ഷോയും അവിടെ ഇവിടെയുമൊക്കെ 1-2 തിയേറ്ററുകളിലും ഷോകളുമായി വരുന്നു. ഹിന്ദിക്ക് ഭയങ്കര ഡിമാൻഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ GCCയിൽ സിനിമ റിലീസ് ചെയ്യാൻ ഉറപ്പിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഹിന്ദി വെർഷൻ. സിനിമ വരുന്ന ദിവസങ്ങളിൽ 1000-ഓ 2000-ഓ ഷോയിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളില്ലാതിരിക്കുന്നു. ഇന്നലത്തെ ദിവസം മാത്രം സിനിമ നേടിയിരിക്കുന്നത് ഏറെക്കുറെ 50 ലക്ഷം രൂപയോളമാണ്. കഴിഞ്ഞ 8 ദിവസങ്ങളിൽ സിനിമ നേടിയത് 53.5 ലക്ഷം രൂപയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അത്രയും ദിവസത്തെ കളക്ഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഹിന്ദിയിൽ സിനിമയുടെ മാർക്കറ്റ് ഏത് റേഞ്ചിലാണ് പോകുന്നതെന്നറിയാം. ഈ വരുന്ന ഞായറാഴ്ച ഒരുപക്ഷെ സിനിമ 1 കോടി മാർജിനിലേക്ക് എത്തും. അങ്ങനെ വരുവാണെങ്കിൽ റെക്കോർഡായിരിക്കുമെന്ന് തന്നെ പറയാം. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാത്ത സ്വീകരണം തന്നെയാണ്. പ്രത്യേകിച്ച് 1 മാൻ ഷോയിലൂടെ ഉണ്ണി മുകുന്ദൻ പോകുമ്പോൾ ഹിന്ദി ഡബിങ് തന്നെയാണ് അവർ ഏറ്റവും ഹൈലൈറ്റായി പറയുന്നത്. കാരണം ഒരു ഹിന്ദി സിനിമ കാണുന്ന ഫീല് തന്നെ, ഇത്ര വയലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ അവർ കണ്ടിട്ടില്ല. അതിന് ലാംഗ്വേജ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ഈ ഒരു സിനിമ കൊടൂരമായി മുന്നോട്ട് പോവുകയാണ്. 20 കോടിയാണ് ഇന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഹിന്ദി കളക്ഷൻ എന്ന് തന്നെ പറയാം. അതിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഭീകരം എന്ന് തന്നെ പറയാം. മൗത്ത് പബ്ലിസിറ്റി ഒരു വൈൽഡ് ഫയർ ആയിട്ട് തന്നെയാണ് ഹിന്ദി മേഖലയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ അതിഗംഭീരമാണ്. ശരിക്കും ഒന്ന് മാർക്കറ്റിംഗ് കൂടെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് സിനിമ പോയേനെ. പക്ഷേ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ജനങ്ങൾ ഡിമാൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഈ സിനിമ ഉണ്ണി മുകുന്ദൻ്റെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ നിങ്ങളെ ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു, അപേക്ഷിക്കുന്നു.